ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പാവയ്ക്ക വഴറ്റിയതാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾക്കത് എങ്ങനെയാണ് വഴറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് 2 പാവയ്ക്ക ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് പാവയ്ക്ക. ഇനി നമ്മൾക്കതൊന്ന് കട്ട് ചെയ്ത് വരണം. ഇതേപോലെ അതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞ് നമ്മൾക്ക് വളരെ നൈസായിട്ട് വേണത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മൾക്കത് കയ്പില്ലാതെ കിട്ടുകയുള്ളൂ. ഇതേപോലെയാണ് ഞാനത് കട്ട് ചെയ്തിരിക്കുന്നത്. വളരെ പൊടിയായിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തു. ഒരു ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുത്തു. ഇനി അതിലേക്ക് നികരെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരല്പം ഉപ്പ് ഇട്ട് വെക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറോ സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോ വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇത് വെള്ളം എല്ലാം ഊറ്റി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇവിടെ ഒരു മീഡിയം സൈസ് സവാള പൊടിയായി കട്ട് ചെയ്ത് വേണം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് വഴറ്റുക. കൂടെ തന്നെ നമ്മൾക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കണം. അങ്ങനെ പാവയ്ക്കയും സവാളയും ഒപ്പം ചേർത്തിട്ട് നമ്മൾക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അത്രയ്ക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ എണ്ണയിലൊക്കെ എന്നാൽ ശരിക്കും ചെറുതായി സെറ്റായി വന്നോളും. 6 മിനിറ്റ് ഞാൻ വെച്ച് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ശരിയായിട്ടൊന്ന് ആയിട്ടുണ്ട്. ഒരു ഹാഫ് കുക്ക് വരെ ആയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഗരം മസാലയും ഒരു 3/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടി നല്ലപോലെ ചേർത്ത് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് അടച്ച് വയ്ക്കുക. അങ്ങനെ അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ പാവയ്ക്കൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി തന്നെ വന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം കൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. കാരണം നമുക്ക് ആ ഉപ്പ് പോരായിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്തു. ഇപ്പോൾ ഇതേപോലെ പാവയ്ക്ക വഴറ്റിയത് ചെയ്യാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എണ്ണയിലിട്ട് പൊരിച്ച അതേ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ നല്ലൊരു രുചിയാണ്. അതിൻ്റെ എരിവ് കുത്തലൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. മാത്രമല്ല കയ്പ്പ് ഒന്ന് ബാലൻസ് ചെയ്യും. ഇത് തീരെ കയ്പ്പ് കുറഞ്ഞ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾ പോലും കഴിക്കും. എന്നതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിടുക. അങ്ങനെ അടച്ച് വെച്ച് തന്നെ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് വെന്തും കിട്ടും. അത്രയ്ക്ക് നമ്മൾ പൊടിയായിട്ടാണല്ലോ കട്ട് ചെയ്തത്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഒരല്പം കുരുമുളക് പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. ഇതേപോലെ പാവയ്ക്ക വഴറ്റിയത് ചെയ്യാത്തവരെന്തായാലും ചെയ്യുക. എണ്ണയിലിട്ട് പൊരിച്ച അതേ ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ച് വെച്ചു. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നമ്മൾക്ക് അടിപൊളി പാവയ്ക്ക ഫ്രൈ ഇവിടെ സെറ്റായി കിട്ടി. അപ്പോൾ ഇതേപോലെ പാവയ്ക്ക കിട്ടി എന്തായാലും ചെയ്ത് നോക്കണം. എന്തായാലും ഇതേപോലെ പൊടിയായി കട്ട് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് ഉപയോഗിക്കാതെ തന്നെ നല്ല സൂപ്പറായിട്ട് കണ്ടില്ലേ, അടിപൊളിയായി കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പാവയ്ക്ക ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ നല്ല സൂപ്പറായി. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.